അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് നമുക്ക് തജ്വീദ് നിയമങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാനുള്ളത് ലീനിന്റെ അക്ഷരങ്ങൾ, ഹുറൂഫുൽ ലീൻ എന്നറിയപ്പെടുന്ന വാവ്, യാ എന്നീ അക്ഷരങ്ങളെ കുറിച്ചാണ്. ഇവയ്ക്ക് മുമ്പുള്ളത് ഫത്ഹ ആവുകയും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരികയും ചെയ്താൽ അതിന് ലീനിന്റെ അക്ഷരങ്ങൾ എന്നാണ് അതിന് വിളിക്കപ്പെടുക. അത് ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൽ ഒരു ലോലത വരുത്തണം. ലീൻ, ലയ്യിൻ എന്നൊക്കെ ഉള്ളതിൽ നിന്നാണ് ഹുറൂഫുൽ ലീൻ ഉണ്ടായിട്ടുള്ളത്. ലയ്യിൻ എന്ന് പറഞ്ഞാൽ ലോലത എന്നുള്ളതാണ്. ഇവിടെ ഉദാഹരണം നോക്കുക. സൂറത്തുൽ ഹാഖ 40-ാമത്തെ വചനം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ലഖൗലു അവിടെ വാവിന് മുകളിൽ സുക്കൂനാണ്, മുമ്പുള്ളത് ഫത്ഹയാണ്. സൂറത്ത് അൽ ഖലം 3-ാമത്തെ വചനം, വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഗൈറ അവിടെ യാന് ഹർക്കത്ത് സുക്കൂനാണ്, മുമ്പുള്ളത് ഫത്ഹയാണ്. അപ്പോൾ ഈ വാവും യാവും അതിന് സുക്കൂന് വരികയും മുമ്പുള്ളതിന് ഫത്ഹ ആവുകയും ചെയ്താലാണ് എന്ത് പറയാ, ഹുറൂഫുൽ ലീൻ എന്ന് പറയാം. ഹർഫ് ലീനാണ്, ലീനിന്റെ അക്ഷരമാണ്. ഉച്ചരിക്കുമ്പോൾ ലോലത വരുത്തണം. എന്നാൽ മദ്ദിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മദ്ദിന്റെ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. അലിഫ്, വാവ്, യാ 3 അക്ഷരങ്ങളാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ. പക്ഷെ അതിന് മദ്ദിന്റെ അക്ഷരങ്ങളാകണമെങ്കിൽ അലിഫിന് മുമ്പുള്ളത് ഫത്ഹയും വാവിന് മുമ്പുള്ളത് ദമ്മും യാന് മുമ്പുള്ളത് കസ്റും ആയിരിക്കണം. ഇതിൽ വാവിനും യാവിനും മുമ്പുള്ളത് ഫത്ഹയാണ്, ഇതിന് സുക്കൂനാണ്. അതുപോലെ എഴുത്തിൽ തന്നെ റസ്മുൽ ഉസ്മാനി നമ്മൾ മുസ്ഹഫ് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മുസ്ഹഫിലെ എഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് നിയമങ്ങളിലേക്കുള്ള സൂചനകൾ അതിലുണ്ടാകും. അപ്പൊ ഇത് പാരായണം ചെയ്യുന്നവർക്ക് എളുപ്പമാകാൻ വേണ്ടി അതിന്റെ ലിപിയിൽ തന്നെ പല സൂചനകളുണ്ട്. ലഖൗലു അവിടെ വാവിന് മുകളിലുള്ള ഹർക്കത്ത് നോക്കുക. സുക്കൂനാണത്, സാക്കിനാണ്, പക്ഷെ ഉച്ചരിക്കപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഹർക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഗൈറ അവിടെയും ആ ഹർക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മദ്ദിന്റെ അക്ഷരങ്ങൾ നിങ്ങൾ മുസ്ഹഫിൽ എവിടെ നോക്കിയാലും അവിടെ നിന്നുണ്ടാവില്ല, ഈ ഹർക്കത്ത് കാണൂല. മദ്ദിന്റെ അക്ഷരങ്ങളാണെങ്കിൽ, മദ്ദിന്റെ അക്ഷരങ്ങളായ വാവോ യാ ആണെങ്കിൽ. അതുപോലെ അതിന് മുമ്പുള്ളത് വാവിന് മുമ്പുള്ളത് ദമ്മും യാനും മുമ്പുള്ളത് കസ്റും ആയിരിക്കും. ഇവിടെ വാവിനും യാനും മുമ്പുള്ളത് ഫത്ഹാണ്. അപ്പോൾ ഇത് നീട്ടാതെ, മദ് ചെയ്യാതെ ലോലമായിട്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ലീൻ ആരിദുൽ സുക്കൂൻ എന്ന് പറയും. അഥവാ മദ്ദിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം വഖഫ് ചെയ്യുന്നത് പോലെ തന്നെ തബീഇയായ ഒരു മദ്ദിന്റെ ഇനത്തിൽപ്പെട്ടാണ് മദ് ആരിദുൽ സുക്കൂൻ. ഈ ലീനിന് ശേഷമുള്ള അക്ഷരത്തിന് മേൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ മദ് ലീൻ ആരിദുൽ സുക്കൂൻ എന്ന് പറയും. നമ്മൾ കൂടുതൽ മദ്ദുകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ അത് കൂടുതൽ പഠിക്കാം. ഉദാഹരണമായിട്ട് ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. സൂറത്ത് ഖുറൈശിലെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് ശ്രദ്ധിച്ചാൽ കാണാം, തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ്? ലീനിന്റെ അക്ഷരമാണ്, വാവോ യാവോ ആണ്. പക്ഷെ അതിനുശേഷം നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യുക. മദ് ലീൻ ആരിദുൽ സുക്കൂൻ എന്നാണ് അതിന് പറയാ. അത് നമ്മുടെ ഓത്തിന്റെ ഈണത്തിനനുസരിച്ച് 2, 4, 6 ഹർക്കത്ത് നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് കൂടുതൽ മദ്ദിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിഷയങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.